30 ദിവസം കൊണ്ട് 4 സുവിശേഷവും എന്ന മലയാളം ബൈബിൾ പോഡ്കാസ്റ്റിലേക്ക് സുവിശേഷം ദൈവശക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് ദിവസം 3. ഇന്നത്തെ വായനകൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഇതാ ഞങ്ങൾ അങ്ങയെ ശ്രവിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 3. സ്നാപകയോഹന്നാൻ്റെ പ്രഭാഷണം. അക്കാലത്ത് സ്നാപകയോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെപ്പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവീൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവീൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങളേറ്റു പറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിരുകിടാത്ത തീയിൽ കത്തിച്ച് കളയുകയും ചെയ്യും. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയയിൽ നിന്നും ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 3. സാപത്തിൽ രോഗശാന്തി. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസേയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെറോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. കടൽ തീരത്തെ അത്ഭുതങ്ങൾ. യേശു ശിഷ്യന്മാരോട് കൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലിയയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമേയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മറുകരയിൽ നിന്നും ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയതുമൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബോവർനെഗസ് എന്ന് പേര് നൽകിയ സെബദി പുത്രന്മാരായ
യാക്കോബും സഹോദരൻ യോഹന്നാനും, അന്ത്രയോസ്, പീലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, ജ്ഞാനാൻകാരനായ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് സ്കറിയോത്ത. യേശുവും ബെൽസബൂലും. അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബെൽസബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. യേശുവിൻ്റെ അമ്മയും സഹോദരരും. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 3. സ്നാപകൻ്റെ പ്രഭാഷണം. തിബേരിയൂസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം പൊന്തിയോസ് പിലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദേസ് ഗലീലിയയുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രക്കോണിത്തീസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സഖറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നേരെയാക്കുവീൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേദന കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിരുകെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. യോഹന്നാൻ കാരാഗൃഹത്തിൽ. യോഹന്നാൻ ഹെറോദേസ് രാജാവിനെ അവൻ്റെ സഹോദര ഭാര്യയായ
ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തൽഫലമായി ഹെറോദേസ് യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ചു. അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. യേശുവിൻ്റെ ജ്ഞാനസ്നാനം. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിൻ്റെ വംശാവലി. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിൻ്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയുടെയും, മെൽക്കി യാന്നിയുടെയും, യാന്നി ജോസഫിൻ്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും, മത്താത്തിയ ആമോസിൻ്റെയും, ആമോസ് നാവൂമിൻ്റെയും, നാവൂം ഹെസ്ലിയുടെയും, ഹെസ്ലി നഗായിയുടെയും പുത്രൻ. നഗായി മാത്തിൻ്റെയും, മാത്ത് മത്താത്തിയായുടെയും, മത്താത്തിയ സെമയിൻ്റെയും, സെമയിൻ യോസേക്കിൻ്റെയും, യോസേക്ക് യോദായുടെയും പുത്രൻ. യോദ യോഹന്നാൻ്റെയും, യോഹന്നാൻ റേസായുടെയും, റേസ സെറുബാബേലിൻ്റെയും, സെറുബാബേൽ സലാത്തിയാലിൻ്റെയും, സലാത്തിയേൽ നേരിയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും, മെൽക്കി അദ്ദിയുടെയും, അദ്ദി കോസാമിൻ്റെയും, കോസാം എൽമാദാമിൻ്റെയും, എൽമാദാം ഏറിൻ്റെയും പുത്രൻ. ഏർ ജോഷുവയുടെയും, ജോഷുവ എലിയാസറിൻ്റെയും, എലിയാസർ യോറിമിൻ്റെയും, യോറീം മത്താത്തിൻ്റെയും, മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ശിമെയോൻ്റെയും, ശിമെയോൻ യൂദയായുടെയും, യൂദ ജോസഫിൻ്റെയും, ജോസഫ് യോനാമിൻ്റെയും, യോനാം ഏലിയാക്കിമിൻ്റെയും പുത്രൻ. ഏലിയാക്കീം മെലയായുടെയും, മെലയ മെന്നായുടെയും, മെന്ന മത്താത്തായുടെയും, മത്താത്ത നാഥാൻ്റെയും, നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ. ദാവീദ് ജസ്സയുടെയും, ജസ്സെ ഓബദിൻ്റെയും, ഓബദ് ബോവാസിൻ്റെയും, ബോവാസ് സാലായുടെയും, സാല നഹശോൻ്റെയും പുത്രൻ. നഹശോൻ അമിനാദാബിൻ്റെയും, അമിനാദാബ് അദ്മിൻ്റെയും, അദ്മിൻ അർണിയുടെയും, അർണി ഹെസ്രോൻ്റെയും, ഹെസ്രോൻ പേരസിൻ്റെയും, പേരസ് യൂദയായുടെയും പുത്രൻ. യൂദ യാക്കോബിൻ്റെയും, യാക്കോബ് ഇസഹാക്കിൻ്റെയും, ഇസഹാക്ക് അബ്രഹാത്തിൻ്റെയും, അബ്രഹാം തേരായുടെയും, തേര നാഹോറിൻ്റെയും പുത്രൻ. നാഹോർ സെറൂഹിൻ്റെയും, സെറൂഹ് റവുവിൻ്റെയും, റവു പെലഗിൻ്റെയും, പെലഗ് ഏബറിൻ്റെയും, ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കൈനാൻ്റെയും, കൈനാൻ അർഫക്സാദിൻ്റെയും, അർഫക്സാദ് ഷേമിൻ്റെയും, ഷേം നോഹയുടെയും, നോഹ ലാമക്കിൻ്റെയും പുത്രൻ. ലാമക് മെത്തുസലഹിൻ്റെയും, മെത്തുസലഹ് ഹേനോക്കിൻ്റെയും, ഹേനോക്ക് യാരെദിൻ്റെയും, യാരദ് മഹലേലിൻ്റെയും, മഹലേൽ കൈനാൻ്റെയും പുത്രൻ. കൈനാൻ ഏനോസിൻ്റെയും, ഏനോസ് സേത്തിൻ്റെയും, സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു. ആദാം ദൈവത്തിൻ്റേതുമായിരുന്നു. പ്രിയ ദൈവജനമേ, സുവിശേഷം ദൈവശക്തി എന്ന 30 ദിവസം കൊണ്ട് 4 സുവിശേഷങ്ങളും വായിച്ച് കേട്ട് ധ്യാനിക്കുന്ന പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി കർത്തൃനാമത്തിൽ സ്വാഗതം. ഇന്ന് ദിവസം 3. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളുടെ 3 അധ്യായങ്ങൾ കർത്താവായ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിനുള്ള ഒരുക്കത്തെയും സ്നാപ യോഹന്നാൻ്റെ ദൗത്യത്തെയുമാണ് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. മത്തായി 3 സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനവും, ലൂക്ക 3 യോഹന്നാൻ്റെ വംശാവലിയും ചരിത്രപരമായ പശ്ചാത്തലവും നാം കാണുന്നു. ഈ അധ്യായങ്ങളിലെല്ലാം പൊതുവായ പ്രധാന സംഭവങ്ങൾ സ്നാപകൻ്റെ പ്രസംഗം, യേശുവിൻ്റെ മാമോദീസ, പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങിവരവ്, പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ എന്നിവയാണ്. ഇന്നത്തെ ലോകത്ത് അധർമ്മവും സ്വാർത്ഥതയും വർദ്ധിക്കുമ്പോൾ യോഹന്നാൻ ആഹ്വാനം ചെയ്ത മാനസാന്തരത്തിൻ്റെ പാത വളരെ പ്രസക്തമാണ്. വെറുമൊരു അനുഷ്ഠാനത്തിനപ്പുറം ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീതിയുടെയും സത്യത്തിൻ്റെയും വഴികൾ ഒരുക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. വരാനിരിക്കുന്ന ക്രിസ്തുവിനായി വഴിയൊരുക്കുക എന്ന ദൗത്യം ഇന്നും സഭയിൽ തുടരുന്നു. ഓരോ വിശ്വാസിയും പാപവഴികൾ വെടിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയേണ്ടത് അനിവാര്യമാണ്. ആധുനിക കാലത്തെ പ്രതിസന്ധികളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഈ ഒരുക്കം നമ്മെ സഹായിക്കുന്നു. ഈ 3 സുവിശേഷങ്ങളിലും കാണുന്ന പൊതുവായ ഘടകങ്ങൾ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ അതീവ പ്രാധാന്യമുള്ളവയാണ്.
യേശുവിൻ്റെ മാമോദിസ വഴി പരിശുദ്ധ തൃത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ തിയോഫനി ഇവിടെ സംഭവിക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കത്തോലിക്ക വിശ്വാസ സത്യവുമാണ്. പുത്രൻ മാമോദിസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും പിതാവ് അതിന് സാക്ഷി നൽകുന്നതും നാം ഇവിടെ കാണുന്നു. ക്രിസ്തീയ മാമോദിസയിലൂടെ നാം ഓരോരുത്തരും ദൈവമക്കളായി മാറുന്നു എന്ന വലിയ രഹസ്യം ഇതിലൂടെ വെളിപ്പെടുന്നു. പാപമില്ലാത്തവനായിരുന്നിട്ടും യേശു സ്നാനം സ്വീകരിച്ചത് സകല മനുഷ്യരോടുമുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ്. സഭയുടെ കൂദാശപരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ സംഭവങ്ങൾ എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കാൻ യോഹന്നാൻ ആഹ്വാനം ചെയ്തത് സഭയിലെ പാപസങ്കീർത്തനം എന്ന കൂദാശയുടെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ലോകപാപങ്ങൾ ചുമരിലേറ്റുന്ന ദൈവകുഞ്ഞാടിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് കുർബാനയിലെ വലിയൊരു ബോധ്യവുമാണ്. ഈ വചനങ്ങൾ വിശ്വാസികളായ നമ്മെ വിശുദ്ധിയിലേക്കും ദൈവിക കൃപയിലേക്കും നയിക്കുന്നു. വിനയത്തിൻ്റെ പാത സ്വീകരിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാകൂ എന്ന സന്ദേശവും ഇതിലൂടെ ലഭിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങാൻ ഈ അധ്യായങ്ങൾ നമ്മെ ഗൗരവമായി ആഹ്വാനം ചെയ്യുന്നു. കോടാലി വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് അന്ത്യവിധിയെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്നു. ഫലം നൽകാത്ത വൃക്ഷങ്ങൾ വെട്ടി തീകുണ്ടത്തിൽ എറിയപ്പെടുമെന്നത് നമ്മുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് നീതിനിഷ്ഠമായ ഒരു വിധിയായിരിക്കുമെന്ന് സ്നാപകൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധിയോടെയും ജാഗ്രതയോടെയും ഇരിക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളിൽ മുഴുകി ക്രിസ്തുവിനെ മറന്നു പോകുന്നവർക്കുള്ള ഒരു ഉണർത്ത് പാട്ടും കൂടിയാണ് ഈ 3 അധ്യായങ്ങൾ. നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് വേണം നാം അവിടുത്തെ വരവിനായി കാത്തിരിക്കേണ്ടത്. നമ്മുടെ ഹൃദയങ്ങളിലെ കുന്നുകളും പള്ളങ്ങളും നിരപ്പാക്കി ദൈവത്തിന് വരാനുള്ള പാത നാം ഒരുക്കണം. വിവേകമതികളായ കന്യകമാരെ പോലെ എണ്ണയൊഴിച്ച് വിളക്കുകളുമായി നാം സജ്ജരായിരിക്കുകയും വേണം. അവിടുത്തെ വരവ് അപ്രതീക്ഷിതമായിരിക്കും എന്നതിനാൽ ഓരോ നിമിഷവും ഒരുക്കമുള്ളവരായിരിക്കാൻ ഈ വചനങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നമുക്ക് ആത്മീയമായി ഒരുങ്ങാം. അനുദിന ജീവിതത്തിൽ മനസ്താപവും പ്രാർത്ഥനയും വഴി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഓരോ വിശ്വാസിയും പരിശ്രമിക്കണം. വചന പാരായണത്തിലൂടെയും കൂദാശകളുടെ സ്വീകരണത്തിലൂടെയും ദൈവവുമായുള്ള ബന്ധം നമുക്ക് പുതുക്കാം. സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലും കരുണയിലും വളർന്ന് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാകാൻ നമുക്ക് സാധിക്കട്ടെ. മാമോദീസയിൽ ലഭിച്ച വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വർഗീയ മണവാളനെ സ്വീകരിക്കാൻ നമുക്ക് ജാഗ്രതയോടെ കാത്തിരിക്കാം. മാറ നാഥ, കർത്താവായ യേശുവേ, വേഗം വരയണമേ.